Good afternoon, everyone. നിങ്ങളെ ഫൈനൽ എക്സാം പ്രിപ്പറേഷനിലുള്ള എക്സാമിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിച്ചൊരു ഡൗട്ടായിരുന്നു, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്ടിങ് ദ സൂപ്പർ എലിവേഷൻ ഓൺ ദ റോഡ്. റോഡിന്റെ സൂപ്പർ എലിവേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡ്സ് എന്താണെന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അത് ഒന്ന് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പേർപ്പസ്. ഓക്കെ, ഫൈൻ. നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് സൂപ്പർ എലിവേഷൻ ഓർ ബാങ്കിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഹൊറിസോണ്ടൽ കർവുകളിൽ വേഗതയിൽ വാഹനം മുന്നോട്ട് പോകുന്ന സമയത്ത് വാഹനം വശങ്ങളിലോട്ട് തെറിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ഹൈ സ്പീഡിൽ പോകുന്ന ഒരു കർവ് പാസ് ചെയ്യുന്ന ഒരു വാഹനത്തിന്റെ പുറത്ത് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയലി ഔട്ട്വേർഡ്സ് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗറിൽ ഇവിടെ കാണാം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ കാറ് ഒരു കർവിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈ കാറിനെ പുറത്തോട്ട് വലിച്ചു കൊണ്ടുപോകും. അതേസമയം നമ്മൾ ഇങ്ങനെ ഒരു സ്ലോപ്പ് റോഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് കാരണം ഇതിന് ഈ ഇൻവേർഡ്, റേഡിയലി ഇൻവേർഡ് അകത്തോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെ നമുക്ക് സൂപ്പർ എലിവേഷൻ ഫോഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ അതിന്റെ ഒരു വെയിറ്റിന്റെ കമ്പോണന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിന്റെ ഒരു കമ്പോണന്റ് നമുക്ക് ഇങ്ങനെ റോഡിന് സ്ലോപ്പ് കൊടുക്കുന്നതിലൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന സ്ലോപ്പാണ്. ഇതിന് പറയുന്ന പേരാണ് സൂപ്പർ എലിവേഷൻ. സൂപ്പർ എലിവേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പണ്ട് ഫിസിക്സിൽ തൊട്ടേ പഠിച്ചു വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറച്ച് ചെറിയൊരു കാര്യം, മെത്തേഡ്സ് ഓഫ് ബിൽഡിംഗ് സൂപ്പർ എലിവേഷൻ ആണ് ആവശ്യം വരുന്നത്. സോ നമുക്ക് അതിലോട്ട് പോവാം. അപ്പൊ സൂപ്പർ എലിവേഷൻ നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഏതൊരു റോഡാണെന്നുണ്ടെങ്കിൽ ആ റോഡിന് കൊടുക്കുന്ന ഈ ഒരു സ്ലോപ്പിനെയാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയാം. അതായത് സൂപ്പർ എലിവേഷൻ അതിനെ നമുക്ക് ഇ എന്നുള്ള ഒരു ലെറ്റർ റെപ്രസെന്റ് ചെയ്യാം. ഇ ഈക്വൽ ടു, ഈ പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ വിഡ്ത്ത്. ഹൈറ്റ് ഓഫ് ഔട്ടർ എഡ്ജ് ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഓഫ് റോഡ്, അതായത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. അതിനെ നമുക്ക് ടാൻ തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ഓഫ് റോഡ്. സ്ലോപ്പ് ഓഫ് റോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ എലിവേഷൻ. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇതിൽ പറയേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു വാഹനം അതല്ലെങ്കിൽ എന്തൊരു വസ്തു, ഒരു കല്ല് നമ്മൾ സർക്കുലർ മൂവ്മെന്റിൽ നമ്മളിങ്ങനെ ഒരു കയറ് കെട്ടിയിട്ട് വലിച്ച് കറക്കുക എന്നുണ്ടെങ്കിൽ അതിനെ ഔട്ട്വേർഡ്സ് ആയിട്ട് ഉള്ള ഫോഴ്സിന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും. അതിനെ നമ്മൾ mv²/r എന്നാണ് പറയുക. അതിന്റെ വാല്യൂ mv²/r ആണ്. ഇതിന്റെ സെൽഫ് വെയിറ്റ് കാരണം ഇതിനുണ്ടാവുന്ന ഫോഴ്സ് mg ആണ്. ഓക്കെ, മുമ്പ് ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. അപ്പോ E ഈക്വൽ ടു സൂപ്പർ എലിവേഷൻ E ഈക്വൽ ടു mv²/r divided by mg equal to v²/gr. ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഇക്വേഷൻ, v²/gr. അപ്പൊ അത് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് ഇപ്പോ ഡിപ്ലോമ പോയിന്റ് ഓഫ് വ്യൂല് ഇത്രയും അറിഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ട് അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞതാണ്. ഇതിനെ കമ്പോണൻസ് എടുത്തിട്ട് അതിന്റെ കോസ്റ്റ് കമ്പോണന്റും സൈൻ കമ്പോണന്റും വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യണം. പക്ഷെ ഇത്രയും നമ്മളെ ഡിപ്ലോമ പോയിന്റ് ഓഫ് വ്യൂല് E ഈക്വൽ ടു v²/gr ഇത്രയും നമുക്ക് അറിഞ്ഞാൽ മതി. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് വെഹിക്കിൾ ഇൻ
മീറ്റർ പെർ സെക്കൻഡ് ആണ്. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻഡ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് റോഡ് ഇൻ മീറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് എത്ര കൊടുക്കണം, റോഡിന് കൊടുക്കേണ്ട സ്ലോപ്പ് എത്രയെന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നോർമലി നമ്മൾ ഒരിക്കലും ഒരു റോഡിൽ പോകുന്ന വാഹനത്തിന്റെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ പറയാറില്ല. നമ്മളെപ്പോഴും കിലോമീറ്റർ പെർ ഹവറിലാണ് പറയാം. സോ ഇതിൽ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് വി സ്ക്വയർ ബൈ ജി ആർ, അതിലെ ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ ഈക്വൽ ടു, അതിനെ നമുക്ക് വേറൊരു ഇക്വേഷനിലേക്ക് മാറ്റാം. ക്യാപിറ്റൽ വി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ആർ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. അതിൽ വി ഈക്വൽ ടു വി ഷുഡ് ബി ഇൻ കിലോമീറ്റർ പെർ ഹവർ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് റോഡ് ഇൻ മീറ്റർ, അതൊരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. വി വെലോസിറ്റി ഇൻ കിലോമീറ്റർ പെർ ഹവറിലാണ് പറയുന്നത്. സോ ഇതാണ് അതിന്റെ ഡിറൈവ്ഡ് ഇക്വേഷൻ. നമുക്ക് എക്സാമില് പ്രോബ്ലം ഒരിക്കലും ചോദിക്കൂല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇ ഈക്വൽ ടു വി സ്ക്വയർ ബൈ 127 ആർ എന്നുള്ളതാണ്. അപ്പൊ വി സ്ക്വയർ ബൈ ജി ആറിന്റെ വിന്റെ യൂണിറ്റ് മാറ്റുകയും ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വി സ്ക്വയർ ബൈ 127 ആർ. അപ്പൊ ഇതും അറിഞ്ഞിരിക്കണം. ഇതിന് പുറമെ ഒരു വാല്യൂ കൂടെ അറിഞ്ഞിരിക്കാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മളെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു റോഡിന്റെ ഡിസൈൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില റോഡ് 80 കിലോമീറ്റർ പെർ ഹവറിൽ വാഹനം ഓടാൻ വേണ്ടി ഡിസൈൻ ചെയ്തതായിരിക്കാം. ചിലപ്പോൾ 100 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ ഡിസൈൻ ചെയ്തതായിരിക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ 100% ഡിസൈൻ സ്പീഡിൽ വാഹനം ഓടും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 0.75, ഇപ്പോൾ അതായത് ഇപ്പോൾ 100 കിലോമീറ്റർ പെർ ഹവറിൽ ഡിസൈൻ സ്പീഡുള്ള റോഡിൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ 75% ആണ് നോർമലി ആ വെലോസിറ്റിയിലെ വാഹനങ്ങൾ ഓടാറുള്ളൂ. അതായത് 75 കിലോമീറ്റർ പെർ ഹവറിലെ വാഹനം ആവറേജ് ഓടാറുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസൈൻ സ്പീഡിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, പകരം നമ്മളെ വി സ്ക്വയർ ബൈ 127 ആർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അതിലെ വി കംപ്ലീറ്റ് എടുക്കണം. വി എന്ന് പറഞ്ഞാൽ ഡിസൈൻ സ്പീഡ് ആണ്. അതിന്റെ 75% മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.75 വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 127 ആർ ഈക്വൽ ടു നമുക്ക് വി സ്ക്വയർ ബൈ 225 ആർ എന്ന് എഴുതാൻ പറ്റും. ഇത് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ, അതായത് എല്ലാ വണ്ടികളും 100% ഡിസൈൻ സ്പീഡിൽ യാത്ര ചെയ്യാറില്ല. പകരം ഒരു അറൌണ്ട് ഡിസൈൻ സ്പീഡിന്റെ ഒരു 75% വെലോസിറ്റിയിൽ മാത്രമേ വാഹനങ്ങൾ യാത്ര പോകാറുള്ളൂ എന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് നമ്മൾ വി സ്ക്വയർ ബൈ 225 ആർ എന്നുള്ള ഒരു ഫോർമുലയിൽ നമ്മൾ എത്തിപ്പെടുന്നത്. സോ ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഔട്ടർ എഡ്ജ് ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഓഫ് റോഡ് ആണ്. അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എച്ച് ആണ്, ഇത് വിഡ്ത്ത് ആണ്. ഇതിന് പറയുന്ന പേരാണ് സൂപ്പർ എലിവേഷൻ. ഈ കൊടുക്കുന്ന സ്ലോപ്പിന് പറയുന്ന പേരാണ് സൂപ്പർ എലിവേഷൻ. ആൻഡ് സെക്കൻഡ്ലി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ എന്നുള്ളൊരു ഇക്വേഷൻ അറിയണം. അതിൽ നിന്നും നമ്മൾ വിന്റെ ഇവിടെ വിന്റെ യൂണിറ്റ് വി മീറ്റർ പെർ സെക്കൻഡിലും ആറ് റേഡിയസ് ഓഫ് റോഡ് ഇൻ മീറ്റേഴ്സിലുമാണ്. അവിടുന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടാണ് വി സ്ക്വയർ ബൈ 127 ആർ എന്നുള്ള ഇക്വേഷനിലോട്ട് എത്തുന്നത്. ഇവിടെ വെലോസിറ്റി കിലോമീറ്റർ പെർ ഹവറിലാണ്, റേഡിയസ് ഓഫ് റോഡ് ആർ ഇൻ മീറ്റേഴ്സിലാണ്. അവിടെ നിന്ന് വീണ്ടും ഒരു ചെറിയ ഡെറിവേഷൻ. അവിടെ എന്താ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ വെലോസിറ്റി
നമ്മൾ ഡിസൈൻ സ്പീഡാണ്. അപ്പോൾ ഒരു റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം വെലോസിറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഡിസൈൻ സ്പീഡ് എന്ന് പറയുക. ആ ഡിസൈൻ സ്പീഡിൽ എപ്പോഴും വാഹനം പോകണമെന്നില്ല. പകരം ആ ഡിസൈൻ സ്പീഡിന്റെ ഒരു 75% ആവറേജ് ഒരു വാഹനം ഓടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് വെലോസിറ്റി നമ്മൾ ഡിസൈൻ സ്പീഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു 0.75, അതായത് 75% ഓഫ് ഡിസൈൻ സ്പീഡ് മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സൂപ്പർ എലിവേഷൻ കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ v²/225r എന്നുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് മിക്കവാറും പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലുള്ള വാല്യൂ മാത്രമേ ആവശ്യം വരാറുള്ളൂ. ഓക്കെ, അപ്പോ അതാണ് ഇത്രയാണ് പറയാറുള്ളത്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ എലിവേഷൻ ആണ്, അതായത് ഔട്ടർ എഡ്ജ് ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ഓഫ് ദ റോഡ്. അപ്പൊ മെത്തേഡ്സ് ഓഫ് ബിൽഡിംഗ് സൂപ്പർ എലിവേഷൻ ആണ് ഈ നമ്മുടെ ഡിപ്ലോമയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ എഡ്ജിനെ ഇന്നർ എഡ്ജിനെ ഉയർത്തിയിട്ട് റോഡിന് ഒരു ക്രോസ് സ്ലോപ്പ് കൊടുക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് സൂപ്പർ എലിവേഷൻ. സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർവുകളിൽ വാഹനം മുന്നോട്ട് പോകുന്ന സമയത്ത് ഔട്ട്വേർഡ്സ് തെന്നി പോകാനും ആക്സിഡന്റ്സ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ സാധ്യത നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റോഡിന്റെ ഔട്ടർ എഡ്ജിനെ ഉയർത്തി ഇന്നർ എഡ്ജിനേക്കായി മുകളിലോട്ട് എത്തി റോഡിനകത്തോട്ടൊരു സ്ലോപ്പ് കൊടുത്ത് വാഹനത്തിന് അവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ചോദിക്കൂല, നിങ്ങൾക്ക് ഇതിന്റെ ജസ്റ്റ് ആ വാല്യൂ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ഫൈൻ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ബിൽഡിംഗ് സൂപ്പർ എലിവേഷൻ. മെത്തേഡ്സ് ഓഫ് ബിൽഡിംഗ് സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ എലിവേഷൻ കൊടുക്കുന്ന രീതി 2 ഘട്ടമായിട്ടാണ് സൂപ്പർ എലിവേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ആൾ റോഡിന്റെ കേംബർ റിമൂവ് ചെയ്യണം. കേംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്കറിയാം റോഡിൽ നമ്മൾ പണിയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു മുനമ്പുണ്ടാവും, റോഡിന്റെ നടുവിൽ ഉയർത്തി കെട്ടിയിട്ടുണ്ടാവും. അതിന് പറയുന്ന പേരാണ് ക്രൗൺ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. റോഡിന്റെ സെന്ററിൽ ക്രൗൺ ഉയർത്തുന്ന ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് കേംബർ. കേംബർ കൊടുക്കുന്നത് എന്തിനാണ്? റോഡിൽ വരുന്ന മഴവെള്ളത്തെ ഇരുവശങ്ങളിലുള്ള ഡ്രെയിനേജിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രൗൺ എന്നുള്ള സംവിധാനം കൊടുക്കുന്നത്. അപ്പൊ ഈ ക്രൗൺ ഉള്ള റോഡിനെ വേണം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് റോഡിൽ ഒരു ക്രൗൺ ഉണ്ടാവും, ആ ക്രൗൺ ഉള്ള റോഡിനെ വേണം നമ്മൾ സൂപ്പർ എലിവേഷനിലോട്ട് കൊണ്ടുവരാൻ. അപ്പൊ അത് 2 സ്റ്റെപ്പിലാണ്, 2 സ്റ്റേജ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിമൂവിങ് ഓഫ് കേംബർ ആണ്. ഈ കേംബറിനെ റിമൂവ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ, ആ റിമൂവ് ചെയ്തതിന് ശേഷം റോഡ് എത്ര സ്ലോപ്പിലോട്ട് കൊണ്ടുവരണോ അത്രയും സ്ലോപ്പിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. സോ 2 സ്റ്റെപ്പ് ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കേംബർ റിമൂവ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ റോഡിന്റെ സ്ലോപ്പിനെ നമ്മൾ റിക്വയർഡ് സൂപ്പർ എലിവേഷൻ സ്ലോപ്പിലോട്ട് എത്തിക്കുന്നു. അതെങ്ങനെയാന്ന് അടുത്ത സ്റ്റേജിൽ പറയാം. സോ ഈ 2 ടേംസ് നിങ്ങൾ ഓർത്ത് വെക്കണം. 2 സ്റ്റേജിലാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ ബിൽഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വി വിൽ റിമൂവ് ദ കേംബർ or we will shift the crown of the road, and second step is we will increase the straight line slope of the road to the required super elevation slope. Appo first stage removing of camber. കേംബറിനെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പൊ ഈ റെഡ് ലൈനിൽ കാണും, ഇപ്പൊ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. 2 രീതിയിൽ ചെയ്യാൻ പറ്റും. അത് സിമ്പിൾ ആണ്, അത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. 2 ടൈപ്പിൽ ചെയ്യാൻ പറ്റും. സോ ഇതാണ് വിഡ്ത്ത് ഓഫ് റോഡ്. ഈ വിഡ്ത്ത് ഓഫ് റോഡിൽ ഇവിടെ നമ്മൾ കേംബർ ഉയർത്തിയിട്ടുണ്ട്. ഈ റോഡിൽ നമുക്കറിയാം ഈ ക്രൗണിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് സംഭവിച്ചു? ഈ കേംബർ നഷ്ടമായി, പകരം നമുക്ക് ഇങ്ങനെ ഒരു റോഡ് കിട്ടി. അത് രണ്ടാമത്തെ ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ എഡ്ജിനെ ഉയർത്തി കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരാം. ഇപ്പൊ 2 രീതിയുണ്ട്. ഒന്നുകിൽ ഔട്ടർ എഡ്ജിനെ ബേസ് ചെയ്തിട്ട് ക്രൗണിനെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതർവൈസ് ക്രൗണിനെ ബേസ് ചെയ്തിട്ട് ഔട്ടർ എഡ്ജിനെ ഉയർത്തി കൊണ്ടുവരാം. അപ്പൊ 2 രീതിയിൽ ചെയ്യാം. ഈ 2 രീതിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ജസ്റ്റ് സിമ്പിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം വിത്ത് ഫിഗർ. നിങ്ങളുടെ നോട്ടിൽ അത് തന്നിട്ടുണ്ട്. അപ്പോ ഒന്നാമത്തെ ടൈപ്പ് പറഞ്ഞ എന്താണ്? ബൈ റൊട്ടേറ്റിംഗ് ദ ഔട്ടർ എഡ്ജ് ബൈ ഒന്നാമത് ബൈ റൊട്ടേറ്റിംഗ് ദ ഔട്ടർ സ്ലോപ്പ് സ്ലോലി അറൌണ്ട് ദ ക്രൗൺ. ക്രൗണിനെ ബേസ് ചെയ്തിട്ട് ഔട്ടർ സ്ലോപ്പിനെ ഉയർത്തി കൊണ്ടുവരാം. ടൈപ്പ് 2 ആയിട്ടാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതല്ലെങ്കിൽ ബൈ ഷിഫ്റ്റിംഗ് ദ ക്രൗൺ
ഗ്രാജുവലി ബേസ്ഡ് ഓൺ ദ ഔട്ടർ എഡ്ജിനെ ബേസ് ചെയ്തിട്ട് ക്രൗണിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ രണ്ട് മെത്തേഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് രണ്ടാമത്തെ സ്റ്റേജ്, അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കുലാർ സെക്ഷൻ ഓഫ് റോഡ് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ ഒരു ട്രയാങ്കുലാർ സെക്ഷൻ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സെക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ അതില് ക്രൗൺ എന്ന് പറഞ്ഞ നടുവത്തെ പോർഷൻ ഒഴിവാക്കി ഒരു സിംഗിൾ സ്ലോപ്പ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലെ രണ്ട് രീതിയിൽ നമുക്ക് സൂപ്പർ എലിവേഷൻ കൊടുക്കാം. ഇവിടെ SC എന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ട റിക്വയർഡ് സൂപ്പർ എലിവേഷൻ. ഈ സൂപ്പർ എലിവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ റെഡ് ഈ ഹൈറ്റിലുള്ള സാധനത്തിന് ഇത്രയും ഹൈറ്റിലോട്ട് എത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒന്നുകിൽ ഈ ക്രൗണിനെ ബേസ് ചെയ്തിട്ട്, ആദ്യം ഉണ്ടായിരുന്ന ക്രൗണിനെ ബേസ് ചെയ്തിട്ട് ഈ പോയിന്റിനെ മുകളിലോട്ടും ഈ പോയിന്റിനെ താഴോട്ടും കൊണ്ടുവരുന്നു. ഈ ക്രൗണിനെ ബേസ് ചെയ്തിട്ട് ഈ പോയിന്റിനെ മുകളിലോട്ട് ഉയർത്തുന്നു, ഈ പോയിന്റിനെ താഴോട്ട് താഴ്ത്തുന്നു. അതൊരു മെത്തേഡാണ്. ഓർ സെക്കൻഡ് മെത്തേഡ്, ഇന്നർ എഡ്ജിനെ ബേസ് ചെയ്തിട്ട്, ഇതാണ് എന്ത് ഇന്നർ എഡ്ജ്. ഈ ഇന്നർ എഡ്ജിനെ ബേസ് ചെയ്തിട്ട് ഔട്ടർ എഡ്ജിന്റെ ടോപ്പിനെ നമ്മൾ ഉയർത്തി കൊണ്ടുപോകുന്നു. അങ്ങനെ റിക്വയർഡ് സൂപ്പർ എലിവേഷനിൽ എത്തിക്കുന്നു. സോ ഈ രണ്ട് മെത്തേഡുകളാണ് ഉള്ളത്. അപ്പോ സെക്കൻഡ് സ്റ്റേജ് സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പ് നമ്മൾ ഇവിടെ കാണുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പിനെ നമ്മൾ റിക്വയർഡ് സൂപ്പർ എലിവേഷനിലോട്ട് കൊണ്ടുവരികയാണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എയ്തർ റൊട്ടേറ്റിംഗ് ദ സ്ട്രെയിറ്റ് ലൈൻ ബേസ്ഡ് ഓൺ ദ ഇനീഷ്യൽ ക്രൗൺ, ആദ്യത്തെ ക്രൗണിനെ ബേസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ടർ എഡ്ജ് മുകളിലോട്ടും ഇന്നർ എഡ്ജ് താഴോട്ടും വരുന്നു. അങ്ങനെ റിക്വയർഡ് SE റിക്വയർഡ് സൂപ്പർ എലിവേഷൻ ഹൈറ്റ് എത്തുന്നത് വരെ ഈ സെന്ററിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ലൈനിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ എഡ്ജിനെ ബേസ് ചെയ്തിട്ട് ഔട്ടർ എഡ്ജിനെ റൊട്ടേറ്റ് ചെയ്ത് റൈസ് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഫൈനലായിട്ട് കൺക്ലൂഡ് ചെയ്യാണ്. സൂപ്പർ എലിവേഷൻ ഫൈൻ. സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവുകളിൽ, ഹൊറിസോണ്ടൽ കർവുകളിൽ വാഹനം വേഗതയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് ഒരു ലാറ്ററൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം അത് ഒരു വശത്തോട്ട് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി റോഡിൽ കൊടുക്കുന്ന ചെരിവിനെയാണ്, ക്രോസ് സ്ലോപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേംബർ ഓർ ബാങ്കിങ് ഓർ സൂപ്പർ എലിവേഷൻ. ഈ സൂപ്പർ എലിവേഷന് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു, V²/GR എന്നുള്ളതാണ്. അതിൽ ഒന്നും കൂടെ ഡിറൈവ് ചെയ്തിട്ട് V²/127R, അതിന് വീണ്ടും ഡിറൈവ് ചെയ്തിട്ട് V²/225R, അങ്ങനെ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ഓരോ സമയത്തും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഓരോ വാല്യൂസിന്റെ യൂണിറ്റ്സ് മാറിപ്പോകാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞ കാര്യം മെത്തേഡ്സ് ഓഫ് ബിൽഡിംഗ് സൂപ്പർ എലിവേഷൻ. ഈ റോഡിൽ സൂപ്പർ എലിവേഷൻ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? അത് രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ റോഡിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കേംബറിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് രണ്ട് രീതിയിൽ ചെയ്യും. ഒന്നുകിൽ കേംബറിനെ ഔട്ടർ എഡ്ജിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ക്രൗണിനെ ബേസ് ചെയ്തിട്ട് ഔട്ടർ എഡ്ജിനെ റൈസ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ അതും രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പിനെ സൂപ്പർ എലിവേഷൻ സ്ലോപ്പ് വരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് സെന്ററിനെ ബേസ് ചെയ്തിട്ട് രണ്ട് വശങ്ങളും ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇന്നർ എഡ്ജിനെ ബേസ് ചെയ്തിട്ട് ഔട്ടർ എഡ്ജിനെ റൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ രണ്ട് മെത്തേഡ്സ് ആണ് സൂപ്പർ എലിവേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ഉള്ളത്. അപ്പോൾ രണ്ട് സ്റ്റേജസ് ഉണ്ടെന്നും ആ രണ്ട് സ്റ്റേജിലും രണ്ട് മെത്തേഡുകൾ ഉണ്ടെന്നും ഓർത്തു വെക്കുക. കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ ഇതുപോലെ വീഡിയോസിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം.